ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ട എന്നാണ്. ഇത് തമിഴ് ഡിഷാണ്, പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇത് ഒരു 5 പൊറോട്ട ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഉള്ളി നല്ലപോലെ വഴറ്റാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാടൊന്നും ഗോൾഡൻ കളർ ആവണ്ട, നോർമലായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളി നല്ല പഴുത്ത തക്കാളി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഈ തക്കാളിയും കൂടെ നല്ല ഒന്ന് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ പൊറോട്ടയാണ്. പൊറോട്ടയുടെ റെസിപ്പി ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഇടാം. ഇപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് വെച്ചേക്കുക. ഇനി ഇച്ചിരിയും കൂടെ ഇതൊന്ന് പൊടിയണം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ പൊടിഞ്ഞെടുക്കണം. നമ്മൾ അരച്ച് കഴിഞ്ഞു. ഈ ഒരളവാണ് നമുക്ക് വേണ്ടത് കൊത്തു പൊറോട്ട. ചിലയിടത്തൊക്കെ നല്ല കുറച്ച് കട്ടിയായിട്ട് കിട്ടും, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനകത്ത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സംഭവം പൊറോട്ട. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഗരം മസാല. ഒരു 1.5 സ്പൂൺ ഗരം മസാല ചേർക്കണം, നല്ല വഴണ്ടതിന് ശേഷം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക, ജസ്റ്റ് ഒന്ന് ഇരിക്കുക. പിന്നെ ഈ മുളക് പൊടി കളറില്ല കേട്ടോ, കളർലെസ് ആയിട്ടുള്ള മുളക് പൊടി, പക്ഷെ നല്ല എരിയാണ് ഇതിന്. ഇത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റണം. ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഇതാ പൊട്ടിപ്പോയി. 2 മുട്ട പൊട്ടിച്ച് ഊത്തണമല്ല, ഒഴിക്കണം. അടുത്തതെങ്കിലും മഞ്ഞ പൊട്ടാതെ വരുമോയെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും മഞ്ഞ പൊട്ടിച്ച് ഒഴിക്കുന്ന പതിവാ. നമുക്ക് നോക്കാം ഇത് മഞ്ഞ പൊട്ടാതെ വരുമോ. ഇത് നല്ലപോലെ വഴറ്റണം, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു അളവിലാവുമ്പോഴത്തേന് നമ്മുടെ ആവശ്യമുള്ള സാധനം പൊറോട്ട ഇതിലേക്ക് അങ്ങോട്ട് തട്ടണം. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, സോറി, നേരത്തെ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഈ പൊടിച്ച് വെച്ച പൊറോട്ട ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക. ഇത് ഇളക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ ചേർക്കാൻ പോകുന്നത് കരിവേപ്പിലയും മല്ലിയിലയും ഇടാം. ഇപ്പോൾ മല്ലിയില നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല, മല്ലിയില ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കരിവേപ്പിലയും മല്ലിയിലയും ഇടാം. നല്ലൊരു പ്രത്യേക ലാസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഉള്ള സ്പെഷ്യൽ എന്താ വെച്ചാൽ നല്ലൊരു മണം വരും, നല്ല ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാട്ടോ, അടിപൊളിയാണ്. ഇവിടെ എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലിപ്പം അധികം ഒന്നും കിട്ടാറില്ല. കേരളത്തിൽ ഞാൻ കേൾവിയില്ല, പക്ഷേ തമിഴ്നാട്ടിലിത് സൂപ്പർ ഡിഷാണ്, ഒരു രക്ഷയില്ല. കൊത്തു പൊറോട്ട മൈ ഫേവറേറ്റ് ഡിഷ്. ഇതിൻ്റെ കൂടെ നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇവിടെ ചാൾന എന്ന് പറയും, അതായത് അതിൻ്റെ ഒരു ഗ്രേവിയും കൂടെ ഒഴിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രേവി ഒഴിക്കാതെ ചെയ്തേക്കുന്ന, ഗ്രേവി ഒഴിച്ചാൽ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബീഫിൻ്റെയോ മട്ടൻ്റെയോ എല്ലാം ഗ്രേവി ഒഴിക്കുവാണെങ്കിൽ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇതും സംഭവം പൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് എല്ലാവരും പറയണം. കഴിച്ച് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് പറയണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.